ഗായ്സ്, വെൽക്കം ബാക്ക് ടു സായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ബുക്ക് ചട്ടിടുന്ന ദിവസമാണ് കേട്ടോ. ബുക്ക് കവർ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ 9-ാം തീയതി എനിക്ക് 9th ക്ലാസ് തുടങ്ങും, മാർച്ച് 9-ാം തീയതി. അപ്പോൾ എന്തായാലും ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചട്ടിടാമെന്ന് വിചാരിച്ചു. നോട്ട് മാത്രമേ ചട്ടിടുന്നുള്ളൂ, ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ നെയിം സ്ലിപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഇത്രയും ബുക്ക് ചട്ടിടാനുണ്ട്. 12 സെറ്റ് ക്ലാസ്മേറ്റ്സിൻ്റെ ഒറ്റ സെറ്റായ നോട്ട്ബുക്കും 2 മാത്സ് നോട്ട്, പിന്നെ ഒരു വലിയ റഫ്. അപ്പോൾ 15 നോട്ട്ബുക്ക് ടോട്ടൽ ചട്ടിയിടാനുണ്ട് കേട്ടോ. അതിൽ വലിയ റഫ് ചട്ടിയിടുന്നില്ല, അത് ഞാൻ തന്നെയാണ് കേട്ടോ ചട്ടിയിടുന്നത്. അതിനുള്ള ചട്ട ഞാൻ വാങ്ങിയത് ചെറുതായിപ്പോയി. അപ്പോൾ വലുത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്, ഇവിടെ അമ്മയുടെ വീട്ടിലില്ല. അപ്പോൾ അമ്മാമ്മയാണ് എനിക്ക് ചട്ടിയിട്ട് തരുന്നത്. വലുത് ഞാൻ തന്നെ ചട്ടിയിട്ടു കേട്ടോ. ഞാൻ ഒരേ ബുക്കായിട്ട് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചട്ടിടാൻ ഇനി ഒറ്റയ്ക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഞാനിത് നോക്കി കണ്ടാണ് ചട്ടിടാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചട്ടിടുന്നതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചട്ടിടാമെന്ന്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചട്ടിടാനും കാര്യങ്ങളൊക്കെ. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ മനസ്സിലാവും എങ്ങനെയാണ് ചട്ടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ആദ്യത്തെ പാർട്ട് അങ്ങോട്ട് കളയുന്നുണ്ട് കേട്ടോ. അത് ആകെ സ്റ്റിക്കറൊക്കെ ആയിട്ട് ആകെ ഒരു പൊളിഞ്ഞ് ഒരു വൃത്തിയില്ലല്ലോ, അത് ചട്ടിട്ട ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ കളഞ്ഞു. എന്തായാലും ഇപ്പോൾ ഫ്രീ ആണ്, പക്ഷേ കണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഇടാൻ ഞാൻ എന്തായാലും ശ്രമിക്കുന്നതാണ് കേട്ടോ. എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, വ്ളോഗോ ക്രാഫ്റ്റോ ഡ്രോയിങ്ങോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ചട്ടിയിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ബുക്ക് കവർ ചെയ്തതിന് ശേഷം സ്റ്റാപ്ലറാണോ അടിക്കാറ്? ഞാൻ സ്റ്റാപ്ലറല്ല കേട്ടോ അടിക്കാറ്. ഞാൻ ഈ ടാപ്പിൽ, നമ്മുടെ ട്രാൻസ്പാരൻ്റ് ടാപ്പ്, ആ ഒരു ടാപ്പ് ഒട്ടിക്കുക ചെയ്യാറ്. ഞാൻ LKG മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഈ കവറില്ലേ, ബുക്ക് കവർ, ഈ ഒരു ഓറഞ്ച് തന്നെയാണ് കേട്ടോ ഞാൻ LKG മുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് കവറാണ്, നിങ്ങൾ എങ്ങനെയാണ്, സ്റ്റാപ്ലറാണോ ടാപ്പാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ടാപ്പ് ഒട്ടിക്കുന്ന ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. റഫ് ബുക്ക് ചട്ടിടുന്ന വീഡിയോ എന്തായാലും ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക. അതിൽ ഞാൻ സ്റ്റാപ്ലറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ചട്ടിട, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഹായിക്കാൻ ആരില്ലാത്ത കാരണം പിടിക്കാനൊന്നും സുഖം ഉണ്ടായിരുന്നില്ല ഈ ടാപ്പ് ഒരിക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് വിചാരിച്ചു, സ്റ്റാപ്ലറിനെ അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ നോക്കിയിട്ട് ടാപ്പും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് അന്വേഷിച്ച് നിന്നാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് വേഗം ചട്ടിട്ടു. ഈ കാണുന്ന ബുക്ക് മൊത്തം ഞാൻ ടാപ്പായിട്ട് ഒടിച്ചിട്ടുണ്ടായത്. ഞാൻ ഒരു ബുക്ക് ചട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയിം സ്ലിപ്പാണോ നെയിം സ്റ്റിക്കറാണോ അത് ലേബിളാണോ എന്നൊന്നും എനിക്കറിയില്ല. പലരും പല രീതിയിലാണ് പറയുക. ഞാൻ നെയിം സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും 9th ക്ലാസ്സിലത്തെ ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അന്നത്തെ ദിവസം എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ലാസ്റ്റായിട്ട് അടുത്തും കൂടെ നെയിം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്ങനത്തെ വീഡിയോ ആണ് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.